ഇന്ന് ഈ മണ്ണിൽ നിൽക്കുന്നത്. കാരണം ഇതിന്റെ ഭൂമി പൂജ തൊട്ട് ഞാൻ ഘോഷനോടൊപ്പം ഇതുണ്ട്. വളരെ ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ പത്തിയൂരും കായംകുളത്തെ നിവാസികളെല്ലാം തന്നെ ഏറെക്കാലമായി എന്നത് ഉദ്ഘാടനം നിർവഹിക്കും എന്നുള്ള വലിയൊരു ആശങ്കയിലുമൊക്കെ നിൽക്കുകയായിരുന്നു. കോഴച്ചേട്ടന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനെ ഒരു സംരംഭം ഇത്രയും നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. ഈ പ്രിയങ്കനായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ തന്നെ പലപ്പോഴും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്തായി KD ഗോപാലകൃഷ്ണന്റെ എന്തായി ഹോസ്പിറ്റൽ എന്ന് ഉദ്ഘാടനം ചെയ്യും, അദ്ദേഹത്തോട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണാൻ പറയണം എന്നൊക്കെ ഞങ്ങളോട് എപ്പോഴും നിർബന്ധിക്കുകയും വളരെ എപ്പോഴും കാണുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യും. എല്ലാവരും ഇതിലെ ഹൈവേ കൂടെ പോകുമ്പോൾ പ്രധാനപ്പെട്ട ലീഡർഷിപ്പുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തിന്റെ ഈ ഉദ്യമത്തിന് എല്ലാം സഹായവും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കുറച്ച് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ദുബൈയിലുണ്ടായ ചില പ്രതിസന്ധികൾ ഇടയ്ക്ക് വന്നതുകൊണ്ട് കുറച്ച് താമസം നേരിട്ടു എന്നുള്ളത് സത്യമാണ്. എങ്കിലും വളരെ നിശ്ചയദാർഢ്യത്തോടെ ഈ 80ാമത്തെ വയസ്സിലും അദ്ദേഹം അത് നടപ്പാക്കാൻ നിന്ന ഊർജ്ജസ്വലത നമുക്കൊക്കെ കണ്ടുപിടിക്കേണ്ടതും നമ്മളെയൊക്കെ വിസ്മരിപ്പിക്കുന്നതുമാണ്. അതിന് അദ്ദേഹത്തിന് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പേരിൽ അങ്ങനെ അദ്ദേഹത്തെ അഭിവാദ്യം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും കൂടുതൽ അതിരണിയായിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രി എന്ന തരത്തിൽ ആരോഗ്യരംഗത്ത് നമുക്കറിയാം. കേരളം പലപ്പോഴും മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ പലപ്പോഴും ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയാണ്. എങ്കിലും ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നമുക്ക് ഒരുപാടുണ്ട്. അതെല്ലാം ഒരു സൗഹാർദ്ദപരമായ ഒരു മത്സരമാണ് ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യരംഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഹോസ്പിറ്റൽ എൽമെക്സ് ഹോസ്പിറ്റലും ഭാവിയിൽ എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും അല്ലെങ്കിൽ കൊല്ലത്തിനും ഇടയ്ക്കുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. അതിനെല്ലാ പിന്തുണയും നമുക്ക് കൊടുക്കാമെന്ന് ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ തുളസി ചേച്ചിക്കും അദ്ദേഹത്തിന്റെ മക്കൾ സോണി അടക്കമുള്ള മക്കൾക്കും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നും അവരെയെല്ലാം ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ പ്രത്യേക ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. KL